എൻ്റെ പേര് പ്രദീപ്. പ്രസിഡൻസി ദ പ്രൊഫഷണൽ ട്യൂട്ടേഴ്സിലെ ഹിന്ദി അധ്യാപകനാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എടുക്കുന്നത് 10ാം ക്ലാസ്സിലെ ഹിന്ദി എന്ന വിഷയത്തിലെ ഒന്നാമത്തെ യൂണിറ്റായ ബീർബഹൂട്ടി എന്ന പാഠത്തിന്റെ അവസാന ഭാഗങ്ങളാണ്. ആദ്യ ഭാഗത്തിന്റെ വീഡിയോ ക്ലാസ് നിങ്ങളെല്ലാവരും കണ്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാണെന്ന് ഓർക്കുന്നുണ്ടാവും. എവിടെയാണ്? ബേലയും സാഹിലും അവരുടെ സ്കൂളിലെ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഏറ്റവും അവസാനമായി പറഞ്ഞു നിർത്തിയത് അവരുടെ സ്കൂളിൽ ഒരു സുരേന്ദ്രൻ എന്നു പേരുള്ള ഒരു കണക്കിന്റെ മാഷുണ്ടായിരുന്നു. അദ്ദേഹം വളരെ അധികം സ്ട്രിക്റ്റും അതേപോലെ പിള്ളേരുടെ എല്ലാം പേടി സ്വപ്നമായിരുന്നു. ഈ ബേലയോട് തന്നെ വളരെ മോശമായിട്ട് പെരുമാറിയ ഒരു അവസ്ഥ ഉണ്ടായി. അതിനുശേഷം ബേല വളരെ പേടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അവസാനമായിട്ട് നമ്മൾ കണ്ടു നിർത്തിയത്, ഈ കഥ നിർത്തിയത്. ഇനി അവിടുന്ന് അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് കഥ പോകാം. ഈ കഥയുടെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദീപാവലി കി ചുട്ടിയോം കെ ബാദ്, ദീപാവലി അവധിക്ക് ശേഷം, ജബ് സ്കൂൾ ഖുലാ തോ, ദീപാവലി അവധിക്ക് ശേഷം സ്കൂൾ തുറന്നപ്പോൾ, ബേല കെ സിർ പർ സഫേദ് പട്ടി ബാന്ധി ഥി. ഇവിടെ നമ്മൾ ഒരു വാക്ക് കേൾക്കാണ്, പട്ടി എന്ന വാക്ക്. പട്ടി എന്നുള്ള വാക്ക് നമ്മൾ മലയാളത്തില് അറിയാം, അതൊരു ജന്തുവാണ്. ഒരുപക്ഷെ നമ്മൾ വളരെ മോശമായിട്ട് പ്രയോഗിക്കുന്ന ഒരു പദം കൂടിയാണ് അത്. പക്ഷെ ഹിന്ദിയിൽ പട്ടി എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവോ മറ്റോ ഉണ്ടായി കഴിഞ്ഞാൽ ആ മുറിവ് ഇങ്ങനെ വച്ച് കെട്ടും, ബാൻഡേജ് എന്ന് പറയും. അതിനാണ് ഹിന്ദിയിൽ പട്ടി എന്ന് പറയുക. ദീപാവലി അവധിക്ക് ശേഷം സ്കൂൾ തുറന്നപ്പോൾ ബേലയുടെ തലയിൽ ഒരു വെളുത്ത നിറത്തിലുള്ള ബാൻഡേജ് ഉണ്ടായിരുന്നു. കോയി ഉസേ, ചില കുട്ടികള് ബേലയെ ഹേ ഹോയ് ഹേ ഹോയ് സഫേദ് പട്ടി കഹ്രഖാദ, കുട്ടികൾ കളിയാക്കാണ്. ഹേയ് ഹോയ് സഫേദ് പട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുട്ടികള് ബേലയെ കളിയാക്കുകയാണ് ചെയ്തത്. നമുക്കറിയാലോ, നമ്മുടെ സ്കൂളിലും മറ്റും ഒക്കെ എന്താണ്, കുട്ടികളൊക്കെ എന്തെങ്കിലും തലയിലൊക്കെ മുറിവൊക്കെ പറ്റി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിലപ്പോൾ കളിയാക്കുണ്ടാവും. നമ്മൾ സാധാരണ എന്താ കളിയാക്കാറ്? നീ ഹെഡ്ലൈറ്റ് ഇട്ടിട്ടാണോ വന്നേക്കണേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. तो कोई സുൽത്താന ടാക്കു തോ കോയി കുച്ചോർ കൽക്കർ ചിദ്രഹാദ, ചില കുട്ടികൾ കളിയാക്കിയത് എന്താണ്? കൊള്ളക്കാരി അല്ലെങ്കിൽ കൊള്ളക്കാരൻ എന്ന് പറഞ്ഞിട്ടാണ് കളിയാക്കിയിരുന്നത്. നമുക്കറിയാം, പണ്ട് കാലത്ത് ഈ കൊള്ളക്കാരൊക്കെ എന്താണ്, തലയിൽ ഇങ്ങനെ ഒരു കെട്ട്, അവരുടെ തലയിൽ ഒരു കെട്ടുണ്ടാവും. അതുകൊണ്ടാണ് കൊള്ളക്കാരി അല്ലെങ്കിൽ കൊള്ളക്കാരൻ എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയിരുന്നത്. യേ ക്യാ ഹോ ഗയാ ബേല, ഇത് എന്ത് പറ്റി ബേല? സാഹിലിനെ പരേശാൻ ഹോത്തെ ഹുയേ പൂച്ച, സാഹില് ഭയങ്കര ഒരു വിവശതയോട് കൂടിയിട്ട് അല്ലെങ്കിൽ പരവശനായിട്ട് സാഹില് ചോദിച്ചു, എന്ത് പറ്റി ബേല നിന്റെ തലയിൽ? ചത്ത് സേ ഗിർ ഗയി ബേലാനെ ഹസ്തേ ഹുയേ കഹ, ബേല ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചത്ത്. ചത്ത് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? തട്ടുംപുറം, വീടിന്റെ തട്ടുംപുറം അല്ലെങ്കിൽ മേൽക്കൂര. ഇന്നത്തെ ഭാഷയിൽ നമ്മൾ എന്താ പറയാം? അപ്സ്റ്റെയർ എന്ന് വേണം പറയാം. അങ്ങനെ വീടിന്റെ തട്ടിൻപുറത്തുനിന്ന് ഒന്ന് വീണു. അത് വളരെ ചിരിച്ചിട്ട് വളരെ ലാഘവത്തോട് കൂടിയിട്ട് വളരെ രസകരമായിട്ടാണ് ബേല പറഞ്ഞത്. ഓർ കഥ, പിന്നീട് ബേല പറഞ്ഞു, ബഹുത് ദിൻ ഹോ ഗയേ, കുറെ ദിവസമായി. ഇത് വെക്കേഷനിൽ ആദ്യം തന്നെ പറ്റിയതാണ്, കുറെ ദിവസമായി. ആജ് ഖേൽഖണ്ഡിമേ, ഇന്ന് നമുക്ക് എന്താണ്? ഖേൽഖണ്ഡിമേം ഇന്റർവെൽ സമയത്ത് ഗാന്ധി ചൗക്ക് മേം ലങ്കടി ടാങ് ഖേലെങ്കെ. ഗാന്ധി ചൗക്ക്, ഗാന്ധി ചൗക്ക് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? മഹാത്മാഗാന്ധിജിയുടെ പ്രതിമ വച്ച ആ ഒരു ഏരിയ, ആ ഒരു മൈതാനം, അവിടെ പോയിട്ട് നമുക്ക് ലങ്കടി ടാങ്ക് കളിക്കാം ഇന്റർവെല്ലിന് എന്ന് പറഞ്ഞു. ലങ്കടി ടാങ്ക്, പുതിയൊരു വാക്ക് നിങ്ങൾ കേട്ടു. ഇതിന്റെ അർത്ഥം എന്താണ്? പണ്ടത്തെ കാലത്തെ കുട്ടികൾക്കാണ് അത് പ്രധാനമായിട്ടും അറിയാം. കൊച്ചൻകുത്തി എന്ന് പേരുള്ള ഒരു കളി ചിലപ്പോൾ ഒരു പക്ഷേ പെൺകുട്ടികൾക്കായിരിക്കും കൂടുതൽ അറിയുണ്ടാവുക. ആ കളിക്കാണ് ലങ്കടി ടാങ്ക് എന്ന് ഹിന്ദിയിൽ പറയാം. അപ്പൊ വെക്കേഷനിലൊക്കെ കുട്ടികൾ ധാരാളം കളിക്കുന്നതാണ് ഇത്. ഇതിപ്പോ ദീപാവലി വെക്കേഷൻ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന സമയമാണ് കുട്ടികളെ സംബന്ധിച്ചോളം. അപ്പൊ ദീപാവലി വെക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതാണ്ട് നവംബർ മാസത്തിലാണ്. ഉത്തരേന്ത്യയിൽ കൂടുതലും 2 വെക്കേഷനാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ദീപാവലി വെക്കേഷൻ 1 മാസവും അതേപോലെ തന്നെ ആനുവൽ വെക്കേഷൻ 2 മാസവും. നമ്മുടെ കേരളത്തിലാണെങ്കിലോ നമുക്ക് മൊത്തം 3 വെക്കേഷൻ ഉണ്ട്. ഓണം വെക്കേഷൻ, ക്രിസ്മസ് വെക്കേഷൻ, അത് കഴിഞ്ഞിട്ട് ആനുവൽ വെക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നോർത്ത് ഇന്ത്യൻ നാടുകളിൽ ദീപാവലി വെക്കേഷൻ തന്നെ 1 മാസം കിട്ടും, മറ്റുള്ള വെക്കേഷനുകളൊന്നും ഇല്ല. അങ്ങനെ ദീപാവലി വെക്കേഷൻ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ ബേലയുടെ തലയിൽ കെട്ടും ഇതൊക്കെ കണ്ടത്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ബേല പറഞ്ഞു, നമുക്ക് ആ ഗാന്ധി
ഗാന്ധി പ്രതിമയുള്ള മൈതാനത്ത് പോയിട്ട് കൊച്ചൻ കുത്തി കളിക്കാം എന്ന്. പണ്ടത്തെ കാലത്ത് ഓരോ കളികളാണ് കൊച്ചൻ കുത്തി, ചൊട്ടയും മണിയും, അങ്ങനെ പല രൂപത്തിൽ ഉണ്ട്. നഹി കേലെങ്കെ തേരെ സിർ പർ ഫിർ സെ ലഗ് ജായേഗി തോ. അപ്പൊ സാഹിൽ പറഞ്ഞു, സാഹിൽ ഒരു അല്പം ഉത്തരവാദിത്തത്തോടുകൂടി അല്ലെങ്കിൽ ആ ഒരു രക്ഷിതാവിന്റെ സ്ഥാനത്തോടുകൂടി പറഞ്ഞു, കളിക്കൊന്നും വേണ്ട, വീണ്ടും തലയ്ക്ക് എന്തെങ്കിലും പറ്റിയാലോ, ആ പരിപ്പൊന്നും കൂടി കൂടിയാലോ. നഹി ലഗേഗി ബേലാനെ സിദ് കി. ബേല അങ്ങനെ ഉറപ്പ് പറഞ്ഞു, എന്ത്, തലയിൽ കൊള്ളുന്നില്ല, അതൊക്കെ ഞാൻ സൂക്ഷിച്ചോളാം. ഓർ വേ ഹമേശാ കി തരക്. അവരെല്ലാം സാധാരണ പോലെ സാരേ ബച്ചോം കെ സാത്ത്, എല്ലാ ഫ്രണ്ട്സും എല്ലാ കുട്ടികളും കൂടിയിട്ട് ഗാന്ധി ചൗക്കി ബാരൂമേ പൂരി ഖേൽ കണ്ടി ലങ്കരി ടാങ്ക് ഗേലെ. ഇവരെല്ലാ കുട്ടികളും കൂടിയിട്ട് ആ ഗാന്ധി ചൗക്കിൽ പോയിട്ട് ആ ഇന്റർവെൽ സമയം മുഴുവൻ എന്ത് ചെയ്തു, കൊച്ചൻകുത്തി കളിച്ചു. ഇൻ ബച്ചോം കോ അപ്നെ, ഈ കുട്ടികളൊക്കെ തന്റെ ചാരോ തരഫ് ഖേൽത്തെ ദേക്കർ, ഈ കുട്ടികളൊക്കെ എന്താണ്, ഈ കുട്ടികളൊക്കെ തന്റെ ചുറ്റുപാടും ഇങ്ങനെ കളിക്കുന്ന കണ്ടിട്ട് ഗാന്ധിജിക്ക് മൂർത്തി, ആ ഗാന്ധിജിയുടെ പ്രതിമ ഐസി ദിക്കായിപ്പെടുത്തി. ഈ ഗാന്ധിജിയുടെ പ്രതിമ എന്താണ്, ഇങ്ങനെ കാണപ്പെട്ടു. എങ്ങനെ കാണപ്പെട്ടു? ജൈസെ ഓർ സമയസെ കുച്ച് അധിക് മുസ്കുരാ രഹി ഹോ. ആ ഗാന്ധിജിയുടെ പ്രതിമ കണ്ടപ്പോ എന്താ തോന്നിയത്? കുറച്ചധികം പുഞ്ചിരിക്കുന്നത് പോലെ തോന്നി. തന്റെ ചുറ്റുപാടും ഇങ്ങനെ കുട്ടികൾ കളിക്കുമ്പോൾ പ്രതിമ പോലും എന്നെ പുഞ്ചിരിക്കുന്നത് പോലെ തോന്നി. രവിവാർത്ത. അങ്ങനെ ഒരു ഞായറാഴ്ചയായി. സാഹിൽ അപ്നെ ഘർമേ, സാഹില് തന്റെ വീട്ടിലെ നീം കെ പേട് കി ഡാലി പക്കഡ്കർ. ഇപ്പൊ നീം ഒരു വാക്ക് കേൾക്കും നമ്മള്. നീം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? വേപ്പ് മരം, ആര്യവേപ്പ് എന്നൊക്കെ പറയും. ആ വേപ്പ് മരത്തിന്റെ ഒരു കൊമ്പ് പിടിച്ചിട്ട് ജൂം രഹാദ, ഇങ്ങനെ ആടുകയായിരുന്നു. ഇപ്പൊ കുട്ടികളുടെ ഒരു ശീലാണ് മരത്തിന്റെ കൊമ്പ് പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്താണ് ആടല്. അങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റൂൾ പർ ചടുക്ക് ചുൽത്താത, ഒരു സ്റ്റൂളുമെ പൊത്തിപ്പിടിച്ച് കയറിയിട്ട് ഈ വേപ്പ് മരത്തിന്റെ കൊമ്പ് ഇങ്ങനെ പിടിച്ചിട്ടാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിയിരുന്നത്. അങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിച്ചത്? അചാനക്, പെട്ടെന്ന് ടൂട്ടേ സ്റ്റൂൾ കി ഏക് കീൽ, പെട്ടെന്ന് ആ സ്റ്റൂൾ അങ്ങോട്ട് പൊട്ടി. അതിന്റെ ഒരു കീൽ എന്ന് പറഞ്ഞ കഷ്ണം, ആ സ്റ്റൂളിന്റെ ഒരു കഷ്ണം എന്താണ്ടായി? സാഹിൽ കി പിണ്ടലി മേം ലഗ് ഗയി. പിണ്ടലി, അടുത്തൊരു പുതിയ വാക്ക് നമ്മൾ കേട്ടു. പിണ്ടലി എന്ന് പറഞ്ഞാൽ അർത്ഥം കാൽമുട്ടിന്റെ പിന്നിലുള്ള ആ മാംസപേശികൾക്കാണ് നമ്മൾ പിണ്ടലി എന്ന് പറയുക. കാൽമുട്ടിന്റെ പുറകിലുള്ള ഭാഗം. അങ്ങനെ സാഹില് സ്റ്റൂളുമ പൊത്തിപ്പിടിച്ച് ആ വേപ്പ് മരത്തിലൂടെ ഇങ്ങനെ കൊമ്പ് പിടിച്ച് ആടിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് സ്റ്റൂൾ അങ്ങോട്ട് പൊട്ടി താഴെ വീണു. അതിന്റെ ഒരു കഷ്ണം സാഹിലിന്റെ കാൽമുട്ടിന്റെ പുറകിലുള്ള ഭാഗത്ത് മാംസപേശിയുടെ അവിടെ അങ്ങോട്ട് കൊണ്ടു. 1 ഇഞ്ച് ഗഹര ഗഡ്ഡ ഹോഗയ, 1 ഇഞ്ച് ആഴത്തിലുള്ള, ഗഹര എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള, ഗഡ്ഡ, ഗഡ്ഡ എന്ന് പറഞ്ഞാൽ അർത്ഥം കുഴി എന്ന് പറഞ്ഞൊരു അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ സാഹിലിന്റെ കാലുമ കുഴി എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ സാഹിലിന്റെ കാലുമ മുറിവുണ്ടായി. 1 ഇഞ്ച് ആഴത്തിലുള്ള ഒരു മുറിവ് സാഹിലിന്റെ കാലുമ ഉണ്ടായി. ഉസേ സർക്കാരി अस्पताल में पट्टी बंधवाने के लिए ले गया. സാഹിലിനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഈ മുറിവ് വെച്ച് കെട്ടാൻ, ബാൻഡേജ് കെട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. ഉസ്നെ ദേഖാക്കി, അവിടെ ചെന്നപ്പോ സാഹിൽ കണ്ടതെന്താ? ദോ ലോഗോं को छोड़कर, താൻ നിൽക്കുന്ന വരിയുടെ 2 ആൾക്കാർ മുമ്പായിട്ട് ബേലഗടിഹെ, ബേലയും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ചെന്നപ്പോ ആ ലൈനിൽ ബേലയും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തിനായിരിക്കും ബേല നിൽക്കുന്നുണ്ടാവുക? സിർമേം പട്ടി ബന്ദ്വാനെ ആയി, ബേലയുടെ തലയിൽ ഒരു ബാൻഡേജ് ഉണ്ടായിരുന്നു എന്ന് മുന്നേ പറഞ്ഞല്ലോ. അത് അഴിച്ച് പുതിയത് കെട്ടാൻ വേണ്ടിയിട്ടാണ് ബേല അവിടെ വന്നത്. സ്കൂൾ ആത്തെ ജാത്തെ ഹുയേ और कक्षा में कई दिनों तक ऐसे बच्चे दिखाई देते. സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും ഇങ്ങനത്തെ 2 കുട്ടികളെ കാണപ്പെട്ടു. എങ്ങനെ കാണപ്പെട്ടു? ജിൻമേം ഏക് സേ സിർ പർ പട്ടി ബാന്ധി ഹോത്തി, ഒരു കുട്ടിയുടെ തലയിൽ എന്താണ് ബാൻഡേജ്. ഓർ ഏക് കി പിണ്ടലിമേം, ഒരു കുട്ടിയുടെ കാലിന്റെ പുറകുവശത്തുള്ള മാംസപേശിയിലും എന്താണ് മുറിവ്. അതായത് ഈ ഓരോ കുട്ടി എന്ന് പറഞ്ഞത് ഇവിടെ ബേലയും സാഹിലും.
ബേലയുടെ തലയിൽ മുറിവ് വെച്ച് കെട്ടിയിട്ടുണ്ട്, സാഹിലിന്റെ കാലിന്റെ പുറകുവശത്തും കെട്ടിയിട്ടുണ്ട്. അതിൽ പോലും അവരെന്തായി പറയാ, നല്ല മനപ്പൊരുത്തം ആയി. സഫേദ് പട്ടിവാരെ ഏ ദോനോ, അങ്ങനെ വെളുത്ത ബാൻഡേജ് കെട്ടിയ ഇവർ രണ്ടുപേരും കബീർ പർബി സാത്ത് ദിക്കായി തേറ്റേ, അവര് ഒരുമിച്ചല്ലേ. അക്കാര്യത്തിലും ശരീരത്തിൽ പരിക്ക് പറ്റുന്ന കാര്യത്തിലും എന്തായി, അവർക്ക് ഒറ്റക്കെട്ടായി എന്നുള്ളതാണ്. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അവരൊറ്റക്കെട്ടാണ്. ഈ പാഠത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരുമിച്ച് പുസ്തകം വായിക്കണു, ഒരുമിച്ച് ടെക്സ്റ്റ് നോക്കണു, ഒരുമിച്ച് ഒരേ നോട്ടുകൾ എഴുതുന്നു, ഒരേപോലെ അവർക്ക് രണ്ടുപേർക്കും ദാഹിക്കുന്നു, വെള്ളം കുടിക്കാൻ പോകുന്നു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞുവല്ലോ. അപ്പൊ ഇവിടെ മുറിവ് പറ്റുന്ന കാര്യത്തിലും എന്താ സംഭവിച്ചത്, ഒരേപോലെ തന്നെ രണ്ടുപേർക്കും. അങ്ങനെ ഇരിക്കുമ്പോ അടുത്ത വെക്കേഷനൊക്കെ ആയി. 5वीं कक्षा का റിസൾട്ട് ആ ഗയാ, 5ാം ക്ലാസിന്റെ റിസൾട്ട് വന്നു. 5वीं कक्षा का റിസൾട്ട് ആ ഗയാ, दोनों छठी में आ गए. ഇവിടെ ചട്ടി എന്ന് ഉദ്ദേശിച്ചത് 6ാം ക്ലാസ്, 6th സ്റ്റാൻഡേർഡ്. രണ്ടുപേരും 6ാം ക്ലാസ്സിലേക്ക് ആയി. यह स्कूल 5वीं तक ही था. എന്നാൽ ഇവരുടെ സ്കൂള് 5ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവർക്ക് ഇനി വേറെ സ്കൂൾ തേടി പോയേ പറ്റൂ. സാഹിൽ अब तुम कहां करोगे, बेला ने पूछा. ബേല ചോദിച്ചു, സാഹിലെ ഇനി നീ എവിടെയാണ് പഠിക്കാൻ പോകുന്നത്? और तुम कहां पढ़ोगी बेला, സാഹിൽ ने पूछा. ബേല ചോദിച്ചതിന് മറുപടി പറയാതെ സാഹിൽ തിരിച്ച് അതേ ചോദ്യം അങ്ങോട്ട് ബേലോട് ചോദിച്ചു, നീ എവിടെയാണ് ഇനി പഠിക്കാൻ പോകുന്നത് എന്ന്. മേരെ പാപ്പ കഹ രഹേ थे कि, എന്റെ അച്ഛൻ പറഞ്ഞത് എന്താ വെച്ചാൽ, തുജെ രാജകീയ കന്യ പാഠശാല में പഠായെങ്കിൽ ഓർ തും, എന്റെ അച്ഛൻ പറഞ്ഞത് എന്താ വെച്ചാൽ എന്നെ രാജകീയ കന്യാ പാഠശാല, റോയൽ ഗേൾസ് സ്കൂൾ, അതിലാണ് ഇനി എന്നെ പഠിപ്പിക്കാൻ പോകുന്നത്. നീയോ, നിന്റെ കാര്യം എങ്ങനെയാണെന്ന് ബേല സാഹിലിനോട് ചോദിച്ചു. അപ്പൊ സാഹിൽ എന്ന് മറുപടി പറഞ്ഞു, മുജെ അഗലെ സാൽ, എന്നെ അടുത്ത വർഷം നെക്സ്റ്റ് ഇയർ അജ്മീർ ബേസിലേക്ക്, എന്നെ അടുത്ത വർഷം അജ്മീർ എന്ന സ്ഥലത്തേക്കാണ് അയക്കാൻ പോകുന്നത്. നമുക്കറിയാം രാജസ്ഥാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അജ്മീർ. ഒരു തീർത്ഥാടന കേന്ദ്രമാണ്, പ്രത്യേകിച്ചും മുസ്ലിം വിഭാഗത്തിലുള്ളവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് എന്ത്, അജ്മീർ. അപ്പോ സാഹിൽ പറഞ്ഞു, എന്നെ അജ്മീറിലേക്കാണ് പറഞ്ഞേക്കാൻ പോകുന്നത്, പുതിയ സ്കൂളിലേക്ക്. വഹാം ഏക് ഹോസ്റ്റൽ ഹേ, അവിടെ ഒരു ഹോസ്റ്റൽ ഉണ്ട്. ഘർ സേ ദൂർ വഹാം അകേല രഹൂംഗ, വീട്ടിൽ നിന്നും ഒരുപാട് ദൂരെ ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചിട്ടാണ്, ഹോസ്റ്റലിൽ നിന്നുകൊണ്ടാണ് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ. സ്വന്തം വീട്ടിൽ നിന്ന് മാറിയിട്ട് ഹോസ്റ്റലിൽ നിന്ന് സ്കൂളിൽ പോയി പഠിക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. വല്ലപ്പോഴും വെക്കേഷനിലോ ഏതെങ്കിലും മുടക്കുള്ള സമയത്തൊക്കെയാണ് അവര് വീടുകളിൽ പോവാറ്. അതേപോലെ തന്നെ 6ാം ക്ലാസ്സിൽ എത്തിയിരിക്കുന്ന സാഹില് ഇനി ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കാൻ പോകുന്നത് എന്നാണ് സാഹിലിന്റെ പിതാവ് പറഞ്ഞത്. പിതാവ് സാഹിലിനോട് പറഞ്ഞത്. ക്യോം സാഹിൽ, അതെന്താ അങ്ങനെ? ബേല ഒരു ആശ്ചര്യത്തോടു കൂടി ചോദിച്ചു. പത്താ നഹി ക്യോം, സാഹിൽ മറുപടി പറഞ്ഞു, എന്താണെന്നറിയില്ല, എന്നെ അങ്ങനെയാണ് ചെയ്യുന്നത്. तो यानी कि अब तुम फुलेरे माम नहीं होएगा, അപ്പൊ നീ ഇനി ഫുലേരയിൽ നീ ഉണ്ടാവില്ലേ, ഈ സ്ഥലത്ത് ഉണ്ടാവില്ലേ. ഫുലേരാമേ നഹി രഹേഗ, ഇവിടെ താമസിക്കില്ലേ നീ. നഹി, ഞാൻ ഇവിടെ ഉണ്ടാവില്ല, സാഹിൽ മറുപടി പറഞ്ഞു. തുമാര റിപ്പോർട്ട് കാർഡ് ദിഖാന, സാഹിൽ പേരോട് പറഞ്ഞു, നിന്റെ റിപ്പോർട്ട് കാർഡ് കാണിക്കാൻ പറഞ്ഞു. ഇവിടെ റിപ്പോർട്ട് കാർഡ് എന്ന് പറയാൻ ഉദ്ദേശിച്ചത് എക്സാം കഴിഞ്ഞിട്ടുള്ള അനാലിസിസ് റിപ്പോർട്ടാണ്. അതായത് നമ്മുടെ ഭാഷയിൽ പറയാൻ വെച്ചാൽ പ്രോഗ്രസ് കാർഡ്. പ്രോഗ്രസ് കാർഡ് ഒന്ന് കാണിക്കാൻ സാഹിൽ ബേലയോട് പറഞ്ഞു. സാഹിലിനെ ബേല കാ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ താ, സാഹില് ബേലയുടെ റിപ്പോർട്ട് കാർഡ് നോക്കി. और बेला साहिल का, बेला साहिल ने आज आखिरी बार वे एक दूसरे की कोई चीज को छुपकर देख रहे थे. ഇന്ന് അവസാനമായിട്ടാണ് അവർ പരസ്പരം ഓരോ സാധനങ്ങൾ ഇങ്ങനെ മാറി മാറി നോക്കുന്നത്. ഇനി എന്തായാലും ഇതിനു ശേഷം ഉണ്ടാവില്ല എന്ന് രണ്ടുപേർക്കും അറിയാം. ഇന്ന് അവസാനമായിട്ടാണ് ഒരാൾ മറ്റൊരാളുടെ പ്രോഗ്രസ് കാർഡ് ഒക്കെ മാറി മാറി ഇങ്ങനെ നോക്കുന്നത്. തുമാരെ ആങ്കുമെൻ ആംസു ക്യോം ആരൊക്കെ ബേല, സാഹിൽ പേരോട് വെച്ചു, നിന്റെ കണ്ണില് കണ്ണീര് കാണാണ്ടല്ലോ. മുझे क्या पता, എന്താന്നറിയില്ല. ബേല ने दबदबाई आंखों से हंसते हुए कहा,
എന്താണെന്നറിയില്ല സാഹിലെ. നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളോട് കൂടിയിട്ട് പേരെ പറഞ്ഞു. ഡബ് ഡബായി ആംഗേയം എന്ന് പറയാൻ അർത്ഥം നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകൾ. സാഹിൽക്ക് ആംഗേം ബീർ ബഹൂട്ടി തലവ് ലാൽ ഹോനെ ലഗീ. ഇത് കണ്ടപ്പോഴേക്കും സാഹിലിന്റെ കണ്ണുകളും ബീർ ബഹൂട്ടിയുടെ ആ നിറം പോലെ, ആ ഇന്ദ്രഗോപം എന്ന് പറഞ്ഞ ആ ജീവിയുടെ നിറം പോലെ സാഹിലിന്റെ കണ്ണുകളും ഇങ്ങനെ ചുമന്ന് തുടങ്ങി. ഉന്മേം ബാരിഷ് കി ബൂന്തോം സാ പാനി ഭർ ഗയാ. സാഹിലിന്റെ കണ്ണിലും മഴത്തുള്ളി പോലെ ഇങ്ങനെ വെള്ളം നിറഞ്ഞു. നമുക്കറിയാം, കുട്ടികൾക്ക് പൊതുവെ സംഭവിക്കുന്ന കാര്യമാണ്. ഒരാൾ കരയണ കണ്ടാൽ മറ്റൊരാൾക്കും കരച്ചിൽ വരും. സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ഇടയിൽ നല്ലോണം സംഭവിക്കുന്നതാണ്. അത് പ്രത്യേകിച്ചും എന്താണ്, നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന്റെ, നല്ല ആത്മാർത്ഥമായിട്ടുള്ള കൂട്ടുകാരുടെ ഇടയിലാണ് അങ്ങനെ കൂടുതൽ സംഭവിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, സാഹിലും ബേലയും അത്രയും ആത്മാർത്ഥ ഉള്ളവരാണ്. പരസ്പരം അടുത്തടുത്തിരിക്കണ ഓരോ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യണമെന്ന് നമ്മൾ പലവട്ടം പറഞ്ഞു. അപ്പോ ബേലയുടെ കണ്ണ് നിറഞ്ഞപ്പോൾ, കണ്ണിൽ വെള്ളം വന്നപ്പോൾ സാഹിലിന്റെ കണ്ണിലും വെള്ളം വന്നു. അക്കാര്യത്തിലും അവർ തമ്മിൽ ഒരു മനപ്പൊരുത്തം ഉണ്ടായി. ബേല കഥനലഹി. ഇത് കണ്ടപ്പോ ബേല പറഞ്ഞു, മേൻ ചിടാവും അബ്ദുമേൻ, ഞാൻ ഇപ്പൊ നിന്നെ കളിയാക്കൂട്ടോ. ചിടാന എന്ന് പറഞ്ഞ അർത്ഥം കളിയാക്കുക. രോനി സൂരത് സാഹിൽ, രോനി സൂരത് സാഹിൽ. കരയുന്ന സൂര്യ, കരയുന്ന സൂര്യ എന്ന് പറഞ്ഞപ്പോ ഞാൻ നിന്നെ കളിയാക്കും, നീ കരയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞു. ഈ പാഠത്തിന്റെ അവസാനത്തെ പാരഗ്രാഫിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ബാരിഷ് ആനെ മേം ദേവ് മഹീന ബാക്കിത. മഴ വരാനായിട്ട് 1.5 മാസം ബാക്കിയുണ്ടായിരുന്നു. ഡേവ് എന്ന് പറഞ്ഞ അർത്ഥം 1.5. മഴ വരാനായിട്ട് 1.5 മാസം ബാക്കിയുണ്ടായിരുന്നു. ലേക്കിൻ യഹ് ബാരിഷോं से पहले की बारिश का एक दिन था. അതിനിടയിൽ ഒന്ന് മഴ പെയ്തു. ശരിക്കും മഴക്കാലമാവാൻ 1.5 മാസം ബാക്കിയുണ്ട്. പക്ഷെ ഇടയിൽ ഒരു ഇടമഴ പെയ്തു. നമ്മള് സമ്മർ വെക്കേഷന് ഇടയിൽ ഇടമഴ പെയ്യുന്നതിന് നമ്മൾ വേനൽ മഴ എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ പറയാറ്. അതേപോലെ ഒരു വേനൽ മഴ അവിടെ പെയ്തു. ആസ്മാൻ മേ ഘടായം ഗിരീതി. ആകാശത്ത് ഇങ്ങനെ മേഘാവൃതമായി, കറുത്തതും നീലയുമായിട്ടുള്ള മേഘം ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ധൂൽപരി തേജ് ഹവായും ചൽ രഹീതി. ധൂൽപരി നല്ല പൊടിക്കാറ്റ്. ധൂൽപരി ഹവ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നല്ല പൊടിക്കാറ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആഞ്ഞു വീശിക്കൊണ്ടിരുന്നു. പാനി ബറസ്രഹാത. ഇടയ്ക്ക് ഇങ്ങനെ മഴ പെയ്തിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരുന്നു. ഫുലേര കസ്ബേക്കി. സാഹിലും പേരയും താമസിക്കുന്ന ഫുലേര എന്നുള്ള ജംഗ്ഷന്റെ ആ പട്ടണം, ആ ഫുലേര എന്നുള്ള ആ പട്ടണത്തിൽ എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. കസ്ബേക്ക് ബാദൽ ചായി ഗൈ ഏക് ഗലീമേ. ആ പട്ടണത്തിന്റെ മേഘാവൃതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ആ ഭാഗത്ത് നിന്ന് ഏക് ഗലീമേ ഒരു തെരുവിൽ 5 വീസേ ചട്ടിമേം ചലി ഗൈ. 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് ആയിട്ടുള്ള ഏക് ലഡ്കി ജാ രഹി ഥി. ഒരു പെൺകുട്ടി ഇങ്ങനെ നടന്നു പോവാണ്. 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ നടന്നു പോകുന്നു. ഉസ്കെ ബൂരെ ബാൽ. ആ പെൺകുട്ടിയുടെ തലമുടിയിൽ എന്താണ്? ബീർബഹൂട്ടിയോ കെ രംഗ് കെ. ബീർബഹൂട്ടിയുടെ നിറമുള്ള ലാൽ റിബൺ സേ ബന്ധേ ഥേ. ബീർബഹൂട്ടിയുടെ നിറമുള്ള ചുമന്ന നിറത്തിലുള്ള റിബൺ തലയിൽ കെട്ടിയിരുന്നു. ദൂസരേ ദിശ കി ജാതി. അതിന്റെ നേർ വിപരീത ദിശയിലേക്ക്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ദിശയിലേക്ക് പോകുന്ന ഏക് ഗലീമേം 5 വീസേ ചട്ടിമേം ആ ഗയ ഏക് 11 സാൽ കാ ലഡ്കാ ജാ രഹാ ഥാ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് ആയിട്ടുള്ള 11 വയസ്സായ ഒരു കുട്ടി, ഒരു ആൺകുട്ടി ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഇസ്കി പിണ്ടലീമേ. ആ കുട്ടിയുടെ കാലിന്റെ പിൻവശത്ത് ബീർബഹൂട്ടി കെ രംഗ് സാ. ബീർബഹൂട്ടിയുടെ നിറമുള്ള ഏക് ഇഞ്ച് ലംബ ചോട്ട് കാ നിശാൻ താ. ബീർബഹൂട്ടിയുടെ നിറമുള്ള 1 ഇഞ്ച് ആഴത്തിലുള്ള ഒരു അടയാളം അവന്റെ കാലുമ ഉണ്ടായിരുന്നു. ഇവിടെ ആദ്യം പറഞ്ഞ 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലേക്കായിട്ടുള്ള പെൺകുട്ടി വേലയാണെന്നും, രണ്ടാമതായി പറഞ്ഞ കാലിന്റെ പിൻവശത്ത് ഒരു അടയാളമുള്ള, ബീർബഹൂട്ടിയുടെ നിറമുള്ള ഒരു അടയാളമുള്ള ആൺകുട്ടി സാഹിലാണെന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ബീർബഹൂട്ടി എന്ന കഥ. ഈ കഥയിൽ
നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എന്താണ് പറഞ്ഞു വച്ചിരിക്കുന്നത്? സാഹിൽ, ബേല എന്ന 10-11 വയസ്സായ കുട്ടികളുടെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു സ്നേഹത്തിന്റെയും അവരുടെ കുറച്ച് വിദ്യാലയവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നമ്മൾ പങ്കുവച്ചത്. ഈ പാഠത്തിൽ നിന്നും പ്രധാനമായിട്ടും പരീക്ഷയ്ക്ക് വരാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഡയറി, വാർത്താലാപ്, പട്കഥ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനു ശേഷം നിങ്ങൾക്ക് മുമ്പിൽ വിവരിക്കുന്നതാണ്.